ഇനി വരാൻ പോകുന്ന ഭാവി സ്ഥാനാർത്ഥിയും എക്സിസ്റ്റിംഗ് ഞങ്ങളുടെ MLA-യും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ്. അത് ശരിക്കും ഭയങ്കര സ്ട്രേഞ്ച് ആണ്. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു, തുടക്കം മുതലേ വിവാദങ്ങളിലാണ്. അങ്ങനെ ശരിക്കും ഇത്രയധികം വിവാദങ്ങളാകപ്പെട്ട വേറൊരു മന്ത്രി ഇല്ലെന്ന് തന്നെ വേണം പറയാം. എന്താ ഉറക്കം വരുന്നു. 10 കൊല്ലമായിട്ട് അവിടെ കോഴഞ്ചേരി പാലത്തിന്റെ പണി നടക്കുക. താങ്കൾ മന്ത്രിയായിരുന്നു, ആ പാലത്തിന്റെ പണി ഇപ്പോഴാണ് തീരാറായത്, തീർന്നിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിന്റെ റീസൺ എനിക്ക് അറിയണം. അടുത്ത് ടെൻഡർ ചെയ്തു, 6 തവണ ടെൻഡർ ചെയ്തു. ഒരു ടെൻഡർ എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടേത് 30 ദിവസം മിനിമം ടെൻഡർ ഓപ്പൺ ചെയ്തെടുത്ത് അതിൽ ആളില്ല, അല്ലെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ 6 തവണ ടെൻഡർ ചെയ്തു. അപ്പം മിനിമം 30 into 6 തന്നെ അത്രയും 1 വർഷം എടുത്തു. അപ്പം 4.5 വർഷം. ഈ കത്രിയ കേസിൽ എന്താണ് അന്വേഷണം ഇപ്പൊ നടന്നത്? ഈ അതിനുശേഷമുള്ള അപ്ഡേറ്റ് എന്താണ്? ഫോർസെപ്സിന്റെ കാര്യത്തിൽ ശരിക്കും ഇത് 2017 ലാണ് ഒരു കോഴിക്കോട്ടുള്ളൊരു വിഷയം ഉണ്ടാകുന്നത്, അർഷീന എന്ന യുവതിയുടെ വിഷയം ഉണ്ടാകുന്നത്. ഇത് രണ്ടാമത് ഉഷ ജോസഫിൻ്റേത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ളത്. പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തില്ല വാസ്തവത്തിൽ ആ സമയത്ത്. തൂക്കിയല്ലോ നാദാ, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ മേഖല തകർന്നു, വെന്റിലേറ്ററിൽ. ഇതൊരു നരേറ്റീവാണ്. ഓക്കെ, ആർക്കൊക്കെ അത് തകർന്നായിട്ട് കാണിക്കണം. അതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉറപ്പായിട്ടും കാണിക്കണം. അപ്പൊ ഈ ഒരു മരുന്ന് ക്ഷാമം എന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ തന്നെ എല്ലാവരും ഡോക്ടേഴ്സിനോട് പറയും, നിങ്ങൾ അതിലൊരു കൃത്യ മോണിറ്ററിംഗ് ഉണ്ടാകണം. ഡോക്ടേഴ്സ് എല്ലാം തന്നെ ഇത് മേൽനോട്ടം വഹിക്കണം. ഏതെങ്കിലും ഒരു 30% ഏതെങ്കിലും ഒരു മരുന്ന്, ഇപ്പോൾ പ്രമേഹത്തിനുള്ളൊരു മരുന്ന് 30% ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് വെക്കാം. 30% ആകുന്നതിന് മുൻപ് അറിയിക്കണം, വെയർഹൗസിൽ മരുന്ന് സപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു കണ്ടിന്യൂസ് സപ്ലൈ എൻഷുർ ചെയ്യുന്നു. ഈ മരുന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഇവിടെ പ്രവർത്തിക്കേണ്ടവർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടല്ലേ? ആണ്, തീർച്ചയായിട്ടും. അല്ലേ? അതെ. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കുമോ? പക്ഷെ അത് ടെക്നോളജി ഉപയോഗിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സീക്വൻസ് ആണ്. കേരളത്തിൽ ഇത്രയധികം കോൺട്രവേഴ്സീസിലും ഇത്രയധികം പ്രശ്നത്തിലും ഏർപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് രാജിവെച്ചുകൂടെ മന്ത്രി? നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോകൂ. ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്.